നോക്കിയേ, ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന പ്രീവിയസ് ചോദ്യം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഹി ഈസ് സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. കണ്ടല്ലോ, ടാഗ് ഉപയോഗിക്കാനാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈസ് ഹി ഉണ്ട്, അതുപോലെ ഹാസ് ഹി ഉണ്ട്, അതുപോലെ വാസ് ഹി ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ സ്കേഴ്സ്ലി വരുന്നുണ്ട്. സ്കേഴ്സ്ലി വരുന്ന സെന്റൻസ് അല്ല, എന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, അതുപോലെ ലിറ്റില്, ഫ്യൂ, ഈ വാക്കുകളൊക്കെ വരുന്ന സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഹി അപ്പോസ്ട്രോഫേസ് ഇട്ടിരിക്കുന്നത് ഹി ഈസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഈസ് ഓക്സിലറി, ഹി സബ്ജക്റ്റ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് എഴുതുക. പോസിറ്റീവ് ടാഗിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക, അതുപോലെ സബ്ജക്റ്റും എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഏത്? ഓക്സിലറി ഈസ്, സബ്ജക്റ്റ് ഹി, ക്വസ്റ്റ്യൻ മാർക്ക്. ഈസ് ഹി ഉത്തരമായിട്ട് വരുന്നു. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് ദ വേർസ്റ്റ് വിൽ ഹാപ്പൻ. മോശമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്ക് പറയുന്ന പേരെന്ത്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പെസിമിസ്റ്റ് ഓപ്ഷനിലുണ്ട്, ഓപ്റ്റിമിസ്റ്റ് ഓപ്ഷനിലുണ്ട്, എത്തിസ്റ്റ് ഓപ്ഷനിലുണ്ട്, വില്ലൻ ഓപ്ഷനിലുണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് പെസിമിസ്റ്റ് ആണ്. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തിങ്ക് നെഗറ്റീവ്ലി. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്റ്റിമിസ്റ്റ്, തിങ്ക് പോസിറ്റീവ്ലി. ഓപ്റ്റിമിസ്റ്റ് തിങ്ക് പോസിറ്റീവ്ലി. തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബിലീവ് ഇൻ ഗോഡ്, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് നിരീശ്വരവാദി. അതിന് പറയുന്ന പേരാണ് എത്തിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ തീസ്റ്റ് എന്ന് പറഞ്ഞാലോ, തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ ഗോഡ് ആണ്. തീസ്റ്റ് മീൻസ് ബിലീവ് ഇൻ ഗോഡ്. മോണോതീസ്റ്റ് എന്നാലോ, മോണോതീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് ഇൻ വൺ ഗോഡ്, ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നതിന് പറയുന്ന പേരാണ് മോണോതീസ്റ്റ്. എന്നാൽ പോളിതീസ്റ്റ് എന്നാലോ, പോളിതീസ്റ്റ് എന്നാല് ബിലീവ് ഇൻ മെനി ഗോഡ് ആണ്. ധാരാളം ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നതിന് പറയുന്ന പേരാണ് പോളിതീസ്റ്റ്. മറക്കരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഹി സെഡ് ഐ ഹാവ്, ഇവിടെ ഹാവ് എന്നാണ് അർത്ഥമാക്കുന്നത്, ഫിനിഷ്ഡ്. ഐ ഹാവ് ഫിനിഷ്ഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ റിപ്പോർട്ടിംഗ് റൂൾ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസ്, തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി പ്രസന്റ് ആണ്. പ്രസന്റ് ഓക്സിലറി ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഓക്സിലറി വെർബിന് എന്താക്കി കൊടുത്താൽ മതി? പാസ്റ്റ് ആക്കിയാൽ മതി. അതായത് ഈസ് ആമിന്റെ പാസ്റ്റ്, ഏതാണെന്ന് ചോദിച്ചാൽ വാസ് ആക്കി കൊടുക്കുക, റിപ്പോർട്ടായി വാസ് ആക്കുക. അതേപോലെ ആറിന്റെ പാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വെയർ ആക്കുക. ഇനി ഹാസ് അതുപോലെ ഹാവ് പാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഹാഡ് ആക്കി കൊടുക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതിയാൽ മതി. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ. അതുപോലെ വില്ലാണെങ്കിൽ വുഡ് ആക്കി കൊടുത്താൽ മതി. ഇനി ഷാളാണെങ്കിൽ ഷുഡ് ആക്കി കൊടുക്കുക. ഷാളാണെങ്കിൽ ഷുഡ്. ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കി കൊടുക്കുക. മേ ആണെങ്കിൽ മൈറ്റ് ആക്കി കൊടുക്കുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കി കൊടുക്കുക. ഇതാണ് പ്രസന്റും പാസ്റ്റ്. ഹാഡ് ടു ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ് ആവുണ്ടെങ്കിൽ വാസ് ആക്കുക, ആറാണെങ്കിൽ വെയർ ആക്കുക, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കുക, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക, വില്ലാണെങ്കിൽ വുഡ് ആക്കുക, ഷാൾ ആണെങ്കിൽ ഷുഡ് ആക്കുക, ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കുക, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കുക. ഇനി രണ്ടാമത്തെ റൂള് നോക്കി, വാസ് അല്ലെങ്കിൽ വെയർ വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പം വാസിനെ വേറിനെടുത്ത് കളഞ്ഞിട്ട് അതിന്റെ സ്ഥാനത്ത് ഹാഡ് ബീൻ ആക്കുക. വാസ് വേർ മാറ്റിയിട്ട് എന്താക്കുക? ഹാഡ് ബീൻ ആക്കുക. ഇനി വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ, വാക്സ്, ഈറ്റ്സ്, സിങ്സ്, ഗോ, ഇങ്ങനെയൊക്കെ വരുന്ന വെർബുകൾ, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു സെന്റൻസ് ആണ് തരുന്നതെങ്കിൽ, അതായത് സിമ്പിൾ പ്രസന്റ് വരുന്നതെങ്കിൽ വെർബിനെ എന്താക്കിയാൽ മതി? V2 ആക്കുക. ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വെർബിനെ V2 ആക്കുക. ഇനി വെർബ് V2 വരുന്ന സെന്റൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് തരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആക്കി കൊടുക്കുക. എന്തായി കൊടുക്കുക? ഹാഡ് പ്ലസ് V3. നോക്ക്, നമുക്ക് തന്നിരിക്കുന്ന ഹാവ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കാം? ഹാഡ്. നമുക്ക് ഹാഡ് വരുന്ന ഓപ്ഷൻ ഉണ്ടാ നോക്കി. ഒന്നാമത്തേല് ഹാഡ് അല്ല, രണ്ടാമത്തേല്
ഹാഡ് വന്നിട്ടില്ല, മൂന്നാമത്തേലും ഹാഡ് വന്നിട്ടില്ല, നാലാമത്തേൽ ഇതാ ഹാഡ് കിടക്കുന്നുണ്ടോ, ഹാഡ്. നോക്ക്, അത് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താം. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ്, അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ദാറ്റ് വർക്ക് ഈസ് ഡാഷ് ഫോർ മെനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡഡ്. ദാറ്റ് വർക്ക് ഈസ് ഡാഷ് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. ഓപ്ഷനിൽ മോർ ദാൻ ഇനഫ് ഉണ്ട്, മച്ച് മോർ ഉണ്ട്, വെരി മച്ച് ഉണ്ട്, ടു മച്ച് ഉണ്ട്. നോക്കിയാണ് മക്കളെ, ഈ ചോദ്യത്തില് തന്നിരിക്കുന്ന ചോദ്യത്തില് ടു എന്ന് പറയുന്ന വാക്ക് കിടക്കുന്നുണ്ടാ. ടു വരുന്ന സെന്റൻസിന്റെ മറുഭാഗത്ത് എന്തായിരിക്കണം? ടു ആയിരിക്കണം. ഒരു കൺജങ്ഷൻ ആണ്. ടു ടു എന്ന് പറയുന്ന കൺജങ്ഷൻ ആണ്. അപ്പൊ ആ ഒരു ഐഡിയയിൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നു? ടു മച്ച്. ദാറ്റ് വർക്ക് ഈസ് ടു മച്ച് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡ്. കണ്ട, ടു 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 ടുവിന്റെ പ്രയോഗമാണ്. അപ്പൊ ടു ടു, ഈ ഭാഗത്ത് ടു വന്നിരിക്കുന്നു, മറുഭാഗത്ത് TOO2 വരണം. ഓക്കെ, കൺജങ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദ്യം. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് ഡാഷ് ഏർലി. ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് ഡാഷ് ഏർലി. കണ്ടല്ലോ, അവിടെ തന്നിരിക്കുന്ന ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്ന വാക്ക് ഇ ക്യൂബ് പ്ലസ് ING നമ്മൾ പഠിച്ചാണ്. ഇ ക്യൂബ് പ്ലസ് ING പഠിച്ചതാണ്. ഇ ക്യൂബിൽ വരുന്ന വാക്കാണ്. ഒന്ന് എൻജോയ്, രണ്ടാമത്തത് എക്സ്ക്യൂസ്, മൂന്നാമത്തത് എക്സ്കേപ്പ്. കണ്ട, ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് വരണം? ING വരണം. നോക്കടോ, മൈ ലീവ് വരില്ല, മീ ലീവ് വരില്ല, മൈ ലിവിങ് ഉണ്ട്, മീ ലിവിങ് ഉണ്ട്. മീ ലിവിങ് പറയില്ല, അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് മൈ ലിവിങ് ആണ് ഉത്തരമായിട്ട്. ലീവിങ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മൈ ലീവിങ് ഏർലി. മൈ ലീവിങ് ഏർലി. മൈ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ജെറണ്ട് ആണ് വരുന്നത്. അപ്പൊ ജെറണ്ട് ആണ് നമ്മുടെ ടോപ്പിക്, അതുകൊണ്ടാണ് അവിടെ ഉത്തരം മൈ ലിവിങ് വന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കോൾഡ് ഡാഷ്. പക്ഷികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? സൂ ഉണ്ട്, ഏവിയറി ഉണ്ട്, ഓർച്ചാഡ് ഉണ്ട്, അക്വേറിയം ഉണ്ട്. ഉത്തരമായിട്ട് വരുന്നത് ഏവിയറി ആണ്. ബേർഡ്സിന്റെ കൂടിന് പറയുന്ന പേര് അല്ലെങ്കിൽ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഏവിയറി, അല്ലെങ്കിൽ നെസ്റ്റ് എന്നും പറയാം, NEST നെസ്റ്റ് എന്നും പറയാം, ഏവിയറി എന്നും പറയാം. ഓക്കെ, അക്വേറിയം എന്ന് പറയുന്നത് ഫിഷിന്റെ വാസസ്ഥലമാണ്. അക്വേറിയം അല്ലെങ്കിൽ പോണ്ട് എന്ന് പറയും. ഓക്കെ, അതേപോലെ ഡെൻ എന്ന് പറയുന്നത് ലയണിന്റെ വാസസ്ഥലമാണ്. അതേപോലെ ലെയർ എന്ന് പറയുന്നത് ടൈഗറിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ്. ടൈഗർ. ഓക്കെ, അതേപോലെ ബെയറിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് കേവ്. ബെയർ ആണെങ്കിൽ കേവ് എന്നാണ് പറയുന്നത്. ഹോഴ്സിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേബിൾ ആണ്. ഹോഴ്സ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. അതുപോലെ എന്ത് ചെയ്യും? സ്പൈഡറിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ വെബാണ്. സ്പൈഡർ ആണെങ്കിൽ വെബാണ്. അതുപോലെ നമുക്ക് വരുന്ന മറ്റൊന്നാണ്, സ്പൈഡർ ആണെങ്കിൽ വെബാണ്. അതുപോലെ നമ്മുടെ കൗവിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഷെഡ്. കൗവിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് ഷെഡാണ്. അതുപോലെ ഷീപ്പിന്റെ വാസസ്ഥലത്തിന് പറയുന്ന ഷീപ്പ്, ഗോട്ട്, ഇതിന്റെയൊക്കെ വാസസ്ഥലത്തിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്നാണ്. അതിന്റെയൊക്കെ വാസസ്ഥലത്തിന് പറയുന്ന പേര് പെന്നാണ്. ഓക്കെ, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കി. യു ഡാഷ് ആസ്ക് പെർമിഷൻ. കണ്ടല്ലോ, അവിടെ നോക്കി. വിൽ ബെറ്റർ ഉണ്ട്, വുഡ് ബെറ്റർ ഉണ്ട്, അതുപോലെ ഹാഡ് ബെറ്റർ ഉണ്ട്, അതുപോലെ ഹാവ് ബെറ്റർ ഉണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. നോക്ക്, ആസ്ക് എന്ന് പറയുന്ന കിടക്കുന്നുണ്ടോ? ആസ്ക് വരുന്നുണ്ട്. ആസ്ക് V1 ആണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 ആണ് ഉത്തരമായിട്ട് വരുന്നത്. യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ കഴിഞ്ഞാൽ ഉത്തരം B1 വരുന്നു. അപ്പൊ ഹാഡ് ബെറ്ററോട് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് ഐ വാസ് ബോൺ. ഓപ്ഷനില് വേർ ഉണ്ട്, വിച്ച് ഉണ്ട്, വെൻ ഉണ്ട്, അതുപോലെ WHER ഉണ്ട്. ഇവിടെ നോക്കിയേ, റിലേറ്റീവ് പ്രൊനൗണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം ഈ സ്ഥലത്തെ കുറിക്കുന്ന വാക്കുകളാവുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? വേർ ഉപയോഗിക്കണം. സ്ഥലം എവിടെ അല്ലെങ്കിൽ അവിടെ എന്ന അർത്ഥത്തിൽ വേർ ഉപയോഗിക്കണം. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വേർ ആണ്. വേർ ഐ വാസ് ബോൺ. ദിസ് ഈസ് ദ പ്ലേസ് അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഹൗസ് വേർ ഐ വാസ് ബോൺ. സ്ഥലത്തെ കുറിക്കുന്ന വാക്കുകളാണെങ്കിൽ വേർ ഉപയോഗിക്കുക.
ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഹൂ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ദിസ് ഈസ് മനു ഡാഷ് ഈസ് ഗോയിങ് ടു സ്കൂൾ, അപ്പൊ നമുക്ക് ഹൂ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് വരും. ഇനി ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡാഷ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂസ്. അപ്പൊ നോക്കിയേ, ദിസ് ഈസ് ദ ടേബിൾ ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ, ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ, അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് വരുന്നെങ്കിൽ ഹൂം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദിസ് ഈസ് മനു ഡാഷ് ഐ ആം വെയിറ്റിംഗ്, whom I am waiting. This is Manu, whom I am waiting. അവിടെ ഉത്തരമായിട്ട് വരുന്നു, മറക്കരുത്. ഓക്കേ, അടുത്ത ചോദ്യം നോക്കിയേ. He is dash unique politician. കണ്ടല്ലോ, he is dash unique politician. ആർട്ടിക്കിൾ ആണ് ചോദ്യം. യുണീക്ക് യായിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ്, അതായത് ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ ആൻ ചേർക്കുക, അല്ല എങ്കിൽ എ ചേർത്ത് പറയാം. യുണീക്ക് യായിലാണ്, അതുകൊണ്ട് എ യുണീക്ക് പൊളിറ്റീഷ്യൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഡാഷ് ഷിംല ലാസ്റ്റ് വീക്ക്. കണ്ടല്ലോ, ലാസ്റ്റ് വീക്ക്. ഹാവ് വിസിറ്റഡ് ഉണ്ട്, വിസിറ്റഡ് ഉണ്ട്, ഹാഡ് വിസിറ്റഡ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ നോക്കിയേ, ലാസ്റ്റ് വരുന്നുണ്ട്, സെന്റൻസിൽ ഉത്തരം V2 ആണ് ഉത്തരം. വിസിറ്റഡ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ അതിന് കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അലി ALY, അലി 2024 പ്ലസ് V2 എന്ന് പഠിക്കുക. സിമ്പിൾ പാസ്റ്റിന്റെ കോഡാണ്. എ എന്ന് പറഞ്ഞാൽ എഗോ, എൽ എന്ന് പറഞ്ഞാലോ ലാസ്റ്റ്, വൈ എന്ന് പറഞ്ഞാലോ യെസ്റ്റർഡേ, വൈ യെസ്റ്റർഡേ. അതുപോലെ 2024 എന്ന് പറഞ്ഞാലോ കഴിഞ്ഞ വർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? വിസിറ്റഡ് അവിടെ ഉത്തരമായിട്ട് വരും. ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആണോ കുട്ടികളെ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ 10 ചോദ്യങ്ങൾ ചെയ്തിരുന്നു. എല്ലാവരും എന്നോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചെയ്യണം. അതുപോലെ മാർക്കും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് വരണം. ഓക്കെ ആണല്ലോ?